empowering women in Christ. ഹല്ലേലൂയ. ഷെക്കന ന്യൂസിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഋഷില പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുവരുന്ന ബഥാനിയായിലെ മർത്തായെയും മറിയത്തെയും കുറിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു മറിയത്തിന് കർത്താവിനോടുണ്ടായിരുന്ന ആ ഒരു അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച്, കർത്താവിനെ എത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു. കർത്താവും അതുപോലെ ഹൃദയങ്ങളെ കാണുന്നവനാണെന്നും മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ് കർത്താവ് നോക്കുന്നതെന്നും നമ്മൾ കണ്ടു. വളരെ വിലയേറിയ സുഗന്ധ തൈലം കർത്താവിന്റെ പാദത്തിൽ ഒഴിക്കാൻ മറിയത്തിന് എന്താണ് പ്രേരകമായതെന്ന് നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചവളായിരുന്നു മറിയം. കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നൽകാൻ തയ്യാറായവളായിരുന്നു മറിയം. സങ്കീർത്തകനായ ദാവീദ് 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദാവീദ് രാജാവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങാണ് എൻ്റെ ശക്തിയുടെ ഉറവിടമെന്ന് ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്. തുടർന്ന് 2-ാം വാക്യത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവ് തനിക്ക് ആരെല്ലാമാണെന്ന് ദാവീദ് രാജാവ് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. തൻ്റെ ജീവിതത്തിലെ എല്ലാമായി കർത്താവിനെ ദാവീദ് ഏറ്റു പറയുകയാണ്. ആ കർത്താവിനെ ദാവീദ് പാടി പുകഴ്ത്തുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദാവീദിനോട് ചേർന്ന് നമുക്കും നമ്മുടെ കർത്താവിനെ, നമ്മുടെ എല്ലാമായ നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്തി പാടാനായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ നയിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തിടുന്നു ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തിടുന്നു ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഹല്ലേലൂയ. പാതകർക്കായി നീതി വഴിയോതി തന്നോനേ, പാരിടത്തിൽ നിന്നെയോർത്ത് വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴിയോതി തന്നോനേ, പാരിടത്തിൽ നിന്നെയോർത്ത് വാഴ്ത്തിടുന്നു ഞാൻ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഞങ്ങളുടെ പ്രിയ യേശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതരുമായി മേഘവാഹനേ വരുന്നോരേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹനേ വരുന്നോരേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. ഹല്ലേലൂയ. നിൻവരവിൽ മുന്നണിയായി നിന്നിടുമേ ഞാൻ, വാഴ്ത്തി നിന്നിടുമേ നിൻവരവിൽ ഞാൻ.
ഈശോയെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, എല്ലാറ്റിലും ഉപരിയായി, എല്ലാരെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിന് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിൽ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ജീവിതം മുഴുവൻ ദൈവത്തിനായിട്ട് മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ ഒരു കൃപ ലഭിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മറിയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബഥാനിയയിലെ തൈലാഭിഷേകത്തെക്കുറിച്ച്. വളരെ വിലയേറിയ ആ ഒരു സുഗന്ധ തൈലം മറിയം കർത്താവിൻ്റെ പാദത്തിങ്കൽ ഒഴിച്ച് പാദം കഴുകിയിട്ട് തൻ്റെ തലമുടി കൊണ്ട് ആ പാദം തുടയ്ക്കുന്ന രംഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പറ്റി മറിയത്തിൻ്റെ ആ ഒരു മനോഭാവം എന്തായിരുന്നു എന്നത്. മറ്റുള്ളവരുടെ പ്രീതി, തൻ്റെ ചുറ്റുമുള്ളവരുടെ, തൻ്റെ സഹോദരങ്ങളുടെ എല്ലാം പ്രീതിയെപ്പറ്റി മറിയം എന്തെങ്കിലും വ്യാകുലയായിരുന്നോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ മറിയത്തെ ആദ്യം കണ്ടുമുട്ടിയത് അവരുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വന്ന സമയത്തായിരുന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്വന്തം സഹോദരി വരെ മറിയത്തെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനായിരുന്നു? കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുന്നതിന് സ്വന്തം സഹോദരി മറിയത്തെ കുറ്റപ്പെടുത്തുകയാണ്. ആ കുറ്റപ്പെടുത്തൽ എന്തായിരുന്നു എന്ന് നമുക്കൊന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം, അവിടെ 40-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു. അവൾ മർത്ത കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. ഇവിടെ മറിയം എന്താ ചെയ്തുകൊണ്ടിരുന്നേ? കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ അടുക്കൽ അവൾ ഇരിക്കുകയായിരുന്നു. അത് അവളുടെ സഹോദരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവൾ നോക്കുമ്പോൾ മറിയം വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരി അവളെ അവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മറിയത്തെ അവിടെ മനസ്സിലാക്കാൻ, മറിയത്തിൻ്റെ ആത്മീയ തലം മനസ്സിലാക്കാൻ അവിടെ ആ സഹോദരിക്ക് സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ബഥാനിയയിലെ തൈലാഭിഷേകത്തിൽ മറിയത്തെ വളരെ ശക്തമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടി നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം, അതിൽ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നവനുമായ യൂദാസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. ഇവിടെ മറിയത്തിന്റെ ആ ഒരു പ്രവൃത്തിയെ യൂദാസ് വളരെ ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട് മറിയത്തെ. അവൾ ചെയ്തത് ഒരു കാര്യവുമില്ലാത്ത കാര്യമായിട്ടാണ് യൂദാസ് പറയുന്നത്. അതുപോലെ ആദ്യം നമ്മൾ കണ്ടു, അവളുടെ സഹോദരി മർത്തായും മറിയത്തിന്റെ ആ ഒരു പ്രവൃത്തിയെ കണ്ടിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ എന്താണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്? മറിയം കർത്താവിനോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവിനെ എല്ലാറ്റിനേക്കാളും ഉപരിയായി സ്നേഹിച്ചവളായിരുന്നു. കർത്താവിന് വേണ്ടി എന്ത് വിലപ്പെട്ട സാധനം കൊടുക്കാനും കർത്താവിന് സമർപ്പിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. കർത്താവിൻ്റെ അടുത്തിരുന്നവളായിരുന്നു മറിയം. എന്നാൽ മറിയത്തെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക്, അവളുടെ ചുറ്റുമുള്ളവർക്ക് സാധിച്ചില്ല.
കർത്താവ് തിരുവചനങ്ങളിൽ നമ്മളോട് പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കർത്താവിൻ്റെ കൂടെ പോകുന്നവർക്ക് ലോകത്തിൻ്റെതായ പ്രോത്സാഹനം ഒരിക്കലും ലഭിക്കുകയില്ല എന്നത്. ഇവിടെ മറിയത്തിൻ്റെ ജീവിതത്തിലും നാം അതാണ് കാണുന്നത്. മറിയം ആ ലോകത്തിൻ്റെ പ്രോത്സാഹനത്തിന് യാതൊരു വിലയും കൊടുത്തിരുന്നില്ല എന്നതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? തൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കടന്നു വരുന്ന അതിഥികളെ ഏറ്റവും മാന്യമായ രീതിയിൽ അവരെ സൽക്കരിക്കുക എന്നതായിരുന്നു സ്ത്രീകളുടെ കടമയായിട്ട് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. എന്നാൽ മറിയം എന്താ ചെയ്തേ? കർത്താവ് വന്ന ഉടനെ കർത്താവിൻ്റെ കാൽക്കൽ പോയി ഇരിക്കുകയാണ്. കർത്താവിനെ സൽക്കരിക്കാനോ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും മറിയം തത്രപ്പെടുന്നില്ല. അവിടെ ആ ഭാഗം ഒന്നും മറിയം ശ്രദ്ധിക്കുന്നതേയില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, താൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നവൾ ശ്രദ്ധിക്കുന്നേയില്ല. അവൾ കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്നതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തവളാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ പ്രീതിക്ക് പുറകെ പോകാൻ സാധിക്കത്തില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് കർത്താവിൻ്റെ പുറകെ പോകാനും പറ്റത്തില്ല എന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിനും ലോകത്തിലുള്ളവർക്കും ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കും ഒരിക്കലും കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നത്, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതാണ് യൂദാസ്ലീഹ എടുത്ത് ഇവിടെ യൂദാസ്ലീഹയെ കുറിച്ച് നമ്മൾ കേട്ടു. യൂദാസ്ലീഹയുടെ മോട്ടീവ് എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ടാണ് ഇവിടെ യൂദാസ് കറിയോത്തായ്ക്ക് മറിയത്തിന്റെ പ്രവൃത്തിയെ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. യൂദാസ് കറിയോത്തായുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വചനം കൃത്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് എതിരായിട്ട് മറിയം നിന്നപ്പോൾ, അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ മറിയം നിന്നപ്പോൾ അവിടെ കുറ്റം വിധിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് മറിയം കുറ്റം വിധിക്കപ്പെട്ടത്? ലോകത്തിൻ്റെതായ രീതിയിൽ അവൾ പെരുമാറാത്തത് കൊണ്ടാണ്. അത് യൂദാസ് കറിയോത്തായ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പരസ്യമായിട്ട് മറിയത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മറിയം ഈ പ്രവൃത്തിയിലൂടെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന കാര്യം എന്താണ്? കർത്താവിൻ്റെ കൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പ്രീതി നമുക്ക് ഒരു രീതിയിലും കിട്ടാൻ പോകുന്നില്ല. ലോകം നമ്മളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജനത്തിൽ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ഉദ്ദേശിക്കുന്നത്. കർത്താവിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്നവർക്കാർക്കും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതൊരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുതെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രീതിക്ക് പുറകെ പോയാൽ നമ്മൾ കർത്താവിനുള്ളവരല്ല എന്ന് തന്നെ തിരുവചനം പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള വചനമാണ്. ഒരിക്കൽ കൂടി ആ തിരുവചനം നാം ഓരോരുത്തരോടും എന്താണ് പറയുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. പൗലോസ്ലീഹ വ്യക്തമായി പറയുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുന്നവനാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ലായിരുന്നു എന്ന്. എന്താണ് പൗലോസ്ലീഹ നാം ഓരോരുത്തരോടും ഇതിലൂടെ സംസാരിക്കുന്നത്? നാം ലോകത്തിൻ്റെ ആ ഒരു പ്രസാദത്തിന് വേണ്ടി, അതിൻ്റെ പ്രീതിക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ സൃഷ്ടാവായ സർവശക്തനായ കർത്താവിനെ വിഷമിപ്പിച്ചിട്ട് ചുറ്റുമുള്ളവരുടെ പ്രീതി ലഭിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സത്യം മനസ്സിലാക്കിയവളായിരുന്നു മറിയം. തനിക്ക് എല്ലാം പകർന്നു തന്ന, ജ്ഞാനം പകർന്നു തന്ന ആ കർത്താവിനെ, തൻ്റെ സഹോദരനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിച്ച കർത്താവിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ പ്രീതി വെച്ചിട്ട് അതിന് കോംപ്രമൈസ് ചെയ്യാൻ, കർത്താവിൻ്റെ ആ ഒരു പ്രീതിക്ക് കോംപ്രമൈസ് ചെയ്യാൻ മറിയം തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത്. അന്ന് ബഥാനിയയിലെ തൈലാഭിഷേക സമയത്ത് ആ ഭവനം നിറയെ ആൾക്കാരുണ്ട്. യഹൂദന്മാർ പലരും അവിടെയുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. തികച്ചും നിറഞ്ഞ ഒരു മുറിയായിട്ട് അതിനെ പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ അവരെ ആരെയും മറിയം നോക്കിയില്ല. തനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളത്, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത്,
അവൾ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവിന് നൽകുകയായിരുന്നു. ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാനാണ്, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാനാണ്. ആ ഒരു ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കുക തികച്ചും വിഷമകരമായ ഒരു കാര്യമാണ്. പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. പൗലോസ്ലീഹ എന്ത് ചെയ്താലും അതെന്തിനു വേണ്ടിയാന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഒരിക്കലും അത് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെന്നാ പൗലോസ്ലീഹ പറയുന്നത്. നമുക്കതിന് സാധിക്കുമോ? നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രീതി ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഓരോന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? കർത്താവ് നൽകിയിരിക്കുന്ന വചനങ്ങൾ പാലിക്കുമ്പോൾ, അതിനനുസരിച്ച് നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ പ്രീതി നമുക്ക് ലഭിക്കില്ല. എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന്റെ പ്രീതി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചേ? മറിയം ഇതുപോലെ ഓരോ നിലപാടെടുത്തപ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കാനായി അവൾ ഓരോന്ന് ചെയ്തപ്പോൾ കർത്താവ് മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? നമുക്ക് ലൂക്കാസ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മർത്ത മറിയത്തെ കുറ്റം പറഞ്ഞതിന് കർത്താവ് മറിയത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്. തിരുവചനം എന്താ പറയുന്നത്? ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. കർത്താവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. മറിയം തെരഞ്ഞെടുത്ത ആവശ്യമുള്ള ഒരേ ഒരു കാര്യം എന്തായിരുന്നു? മറിയം എന്താ ചെയ്തേ? കർത്താവിന്റെ കാൽക്കൽ അവൾ ഇരിക്കുകയായിരുന്നു. കർത്താവ് പറയുന്നതും കേട്ടിരിക്കുകയായിരുന്നു. അതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യമെന്നാ കർത്താവ് പറയുന്നത്. അങ്ങനെ കർത്താവിന്റെ പാദത്തെങ്കൽ ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ മറ്റെല്ലാം അതിൽ തന്നെ ഓക്കെയാണ്. കർത്താവ് അവിടെ അത് നോക്കിക്കൊള്ളും. കർത്താവ് ഇവിടെ മറിയത്തെ എല്ലാവരുടെയും മുൻപിൽ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വീണ്ടും യൂദാസ് കറിയോത്ത മറിയത്തെ കുറ്റം പറയുന്ന ഭാഗം നമ്മൾ കണ്ടു. യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ 7-ഉം 8-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, യൂദാസ് കറിയോത്ത മറിയത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അവളെ തടയേണ്ട, എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. കർത്താവ് എത്ര ഭംഗിയായിട്ടാണ് അവിടെ മറിയത്തെ കവർ ചെയ്യുന്നത്. യൂദാസ് കറിയോത്തയോട് എന്താ പറയുന്നേ? മറിയം ചെയ്തത് തികച്ചും നല്ല കാര്യം എന്ന രീതിയിലാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഇത് ചെയ്തു എന്ന് അവൾ കരുതിക്കൊള്ളട്ടെ എന്ന്. യൂദാസ് കറിയോത്തായുടെയും മറിയത്തിൻ്റെയും ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് മറിയത്തിനെ വ്യക്തമായി മനസ്സിലാവുകയാണ്. അവൾ എന്തിനാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു. കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. നമ്മുടെ ഹൃദയഭാവം കാണുന്നവനാ നമ്മുടെ കർത്താവ്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാ ചെയ്യുന്നത് എന്ന് കാണുന്നവനാ നമ്മുടെ കർത്താവ്. ആ ഭാവം കാണുമ്പോൾ, ഹൃദയഭാവം കാണുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കർത്താവിന് മനസ്സിലാകും. അതനുസരിച്ചാ നമുക്ക് ബാക്കിയുള്ള ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത്. ഇവിടെ മറിയം അത്ര വിലപ്പെട്ട ആ ഒരു സുഗന്ധ തൈലം കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചു കളഞ്ഞപ്പോൾ കർത്താവ് അവളുടെ ഹൃദയത്തിലേക്കാണ് നോക്കിയത്. ഏറ്റവും വിലപ്പെട്ടത്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർത്താവിന് കൊടുക്കാനുള്ള മറിയത്തിന്റെ ആ ഒരു സ്നേഹത്തെയാ കർത്താവ് കണ്ടത്. ഇത്രയേറെ വിലപ്പെട്ട ഒരു വസ്തു വളരെ നിഷ്പ്രയാസം ഒഴുക്കിക്കളയുന്ന മറിയത്തെയാ മറ്റുള്ളവർ കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ പ്രവൃത്തികളെയും വിധിക്കുന്നവൻ കർത്താവാണ്. ആ വിധിക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലമുള്ളത്.
നമ്മുടെ അപ്പോഴുള്ള അന്നേരത്തെ ഒരു ലാഭത്തിന് വേണ്ടി, ആ ഒരു മനുഷ്യപ്രീതിക്ക് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം വലിയ നഷ്ടമാ വരുത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. മറിയത്തെ പോലെ കർത്താവിനെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു മനോഭാവം, അതിനുവേണ്ടി മറ്റുള്ളവരുടെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ആ കമൻസ് അതൊന്നും ശ്രദ്ധിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ആ ഒരു ധൈര്യം, അതാ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം നോഹയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോഹയെ കണ്ടുമുട്ടുന്നുണ്ട്. നോഹയെക്കുറിച്ച് കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അവിടെ 9-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാണ് നോഹയുടെ വംശാവലി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ തലമുറയിലെ കറയറ്റ ഒരേ ഒരു മനുഷ്യൻ എന്നാ നോഹയെ കർത്താവ് പറയുന്നത്. അവൻ നീതിമാനായിരുന്നു എന്നാ പറയുന്നത്. കർത്താവിന്റെ മുൻപിൽ അവൻ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ആ തലമുറയിൽ അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ മനുഷ്യനെ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ചുറ്റുമുള്ളവരെല്ലാം ഒരേ ചിന്താഗതിക്കാരാണ്. അവർക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തണമെന്നില്ല. അതിനിടയിൽ എല്ലാ കാര്യത്തിലും വേറിട്ട മനോഭാവത്തിൽ നിൽക്കുന്ന നോഹ, അവന്റെ കുടുംബം, അവരെത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും, എത്രമാത്രം ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ കർത്താവ് അവനെക്കുറിച്ച് എന്താ പറയുന്നത്? അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. ആ തലമുറയിലെ കറയറ്റ ഒരേ ഒരു മനുഷ്യനെന്ന കർത്താവ് നോഹയ്ക്ക് മാർക്കിട്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, മറിയത്തെ പോലെ നോഹയെ പോലെ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ പ്രീതിക്ക് വേണ്ടി എന്ത് വില കൊടുക്കാനും നമുക്ക് തയ്യാറാകാനുള്ള ആ ഒരു മനസാക്ഷി, ആ ഒരു ധൈര്യം നമുക്കുണ്ടോ? നമുക്ക് കർത്താവിന്റെ മുൻപിൽ അത് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് യൂദാസ് കറിയോത്തായുടെ പെരുമാറ്റം. മറിയം കർത്താവിന് വേണ്ടി അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്, കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ അവളെ കുറ്റം വിധിക്കുന്ന ഒരാളായിട്ടാണ് യൂദാസ് കറിയോത്ത മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു റോളിൽ നമ്മൾ കയറി നിന്നിട്ടുണ്ടോ? ചിന്തിക്കണം പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, കർത്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് കഷ്ടപ്പെടുന്നവരെ നമ്മൾ എപ്പോഴെങ്കിലും കുറ്റം വിധിക്കാൻ ഇടയായിട്ടുണ്ടോ? അവരുടെ പ്രവർത്തികൾ നമുക്ക് മനസ്സിലായില്ല എന്ന പേരിൽ നമ്മൾ അവരെ കുറ്റം വിധിക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുമ്പോൾ യൂദാസ് ഏറ്റെടുത്ത അതേ ശകാരം തന്നെയാ കർത്താവ് നമുക്കും തരുന്നത്. കർത്താവിനെ പ്രീതിപ്പെടുത്താൻ കഷ്ടപ്പെടുന്നവരെ, അതിനായി ബുദ്ധിമുട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. നാമും അങ്ങനെ ആകണം. ഒപ്പം തന്നെ അതിനായിട്ട് നിലപാടുകൾ എടുക്കുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അവർക്കൊരു താങ്ങായി നമുക്ക് മാറാം. യൂദാസ് കറിയോത്തായെ പോലെ കർത്താവിന്റെ ശകാരം കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങളും ഇത് തന്നെയല്ലേ നമ്മളോട് പറഞ്ഞു തരുന്നത്? വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എത്ര വലിയ കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നൽകിയ ഒരു ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം. മറിയത്തെ പോലെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറുള്ളവരായി നമുക്ക് മാറാം. യൂദാസിനെ പോലെ മറ്റുള്ളവരെ വിധിക്കാതെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് മാറാം. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ എല്ലാ രീതിയിലും താങ്ങുന്നവരായിട്ട് നമുക്ക് മാറാം. കർത്താവ് മറിയത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്നുള്ള ആ ഒരു കമന്റ്, അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ആ ഇഷ്ടം കൊയ്തെടുക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. മർത്തായിലൂടെയും മറിയത്തിലൂടെയും കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ നടത്തുകയായിരുന്നു. അവരുടെ ജീവിതത്തിലൂടെ പാഠങ്ങൾ കർത്താവ് നമുക്ക് പകർന്നു നൽകുകയായിരുന്നു. എല്ലാറ്റിലും ഉപരിയായി കർത്താവിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത. മർത്ത ശകാരം ഏറ്റപ്പോൾ ആ ശകാരത്തെ അവൾ സ്വയം ഏറ്റെടുത്ത് ആ ഒരു കറക്ഷന്, തിരുത്തലിന് അവൾ തയ്യാറായ ഒരു അവസ്ഥ, ഇതെല്ലാം നമ്മൾ കണ്ടു. ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട്
മർത്തായും മറിയവും കർത്താവിനോടുള്ള അവരുടെ ബന്ധത്തെ, അവരുടെ ആ ഒരു സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മർത്തായിലൂടെയും മറിയത്തിലൂടെയും കർത്താവ് നൽകിയ ഒരു ആഹ്വാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. കർത്താവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. അതിനായിട്ട് നമുക്ക് യത്നിക്കാൻ തയ്യാറാകാം. കർത്താവ് ആ ഒരു കൃപയിലേക്ക് നമ്മളെ ഉയർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് പ്രീതിയുള്ള മക്കളാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് വേണ്ടി അങ്ങേ സ്നേഹിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കണ്ടു ഞാനൊരു നിന്ദിതനാ, ഹല്ലേലൂയ. സ്നേഹിതർക്കെല്ലാം ഞാനൊരു നിന്ദിതനാ. ലോകം എന്നെ കണ്ടു ഞാനൊരു നിന്ദിതനാ, സ്നേഹിതർക്കെല്ലാം ഞാനൊരു നിന്ദിതനാ. കർത്താവേ, ഹൃദയഭാവങ്ങൾ അറിയുന്ന കർത്താവേ, അങ്ങ് ഒരിക്കലും ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല, ഞങ്ങളെ നിന്ദിതരായി കാണുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങളെ വെറുത്തുപേക്ഷിക്കുമ്പോഴും കർത്താവേ, അങ്ങയുടെ പ്രീതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി കർത്താവേ. മാനുഷിക പ്രീതിക്ക് പുറകെ ഞങ്ങൾ പോകുന്നില്ല കർത്താവേ. ആ ഒരു കൃപയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. പതറല്ലേ തളരല്ലേ വിശ്വാസ കപ്പലിൽ നിന്ദിത വാക്കുകളാ. ഹല്ലേലൂയ. മാറരുതൊട്ടും ശോക കൊടുങ്കാറ്റിൽ ക്രൂശിൻ നിഴലിൽ നിന്നും. പതറല്ലേ തളരല്ലേ വിശ്വാസ കപ്പലിൽ നിന്ദിത വാക്കുകളാൽ. മാറരുതൊട്ടും ശോക കൊടുങ്കാറ്റിൽ ക്രൂശിൻ നിഴലിൽ നിന്നും. എന്നാലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മർത്തായിലൂടെയും മറിയത്തിലൂടെയും കർത്താവ് നമ്മളെ ഇങ്ങനെ യാത്ര ചെയ്യിക്കുകയായിരുന്നു. അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ആവശ്യമായ പാഠങ്ങൾ കർത്താവ് പകർന്നു നൽകുകയായിരുന്നു. അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അറിയിക്കുക. നമുക്കൊരുമിച്ച് പരസ്പരം ബലപ്പെടുത്തി കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് priscilla
ഷിക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.